ഇല്ല, ഇതുവരെയ്ക്കും ആരും വിളിച്ചിട്ടുമില്ല, എന്നോട് ചോദിച്ചിട്ടുമില്ല, ഒന്നുമില്ല. ഭരണപക്ഷത്ത് അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ നേരെ പോകുന്നത് ഭരണപക്ഷത്താണല്ലോ പെട്ടെന്ന് പോകുന്നത്. നമ്മളെ വീട്ടിലൊരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ജോലി അത് പറയാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വീട്ടിന് പ്രശ്നം, അല്ലെങ്കിൽ ഒരു അടിപിടി പ്രശ്നമായിക്കോട്ടെ, എന്തോ പ്രശ്നമായിക്കോട്ടെ, നമ്മൾ ആദ്യം പോകുന്നത് എവിടെയാ? പോലീസ് സ്റ്റേഷനിൽ പോകും. അത് നടന്നില്ലെങ്കിൽ ഭരിക്കുന്നവരടുത്ത് പോകും. ഭരണപക്ഷത്തിന്റെ ആൾക്കാരാണല്ലോ നമ്മളെ സംരക്ഷിക്കേണ്ടത്, അല്ല ബാക്കിയുള്ളവരല്ല ശരിക്കും സംരക്ഷിക്കേണ്ടത്. ഭരണപക്ഷത്തുള്ള ആരെ ആദ്യം സംരക്ഷിക്കണം. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങ് പോകാത്തത്? അങ്ങ് ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ മകൻ കൊണ്ട് തല കൊണ്ട് വെച്ചു കൊടുത്ത പോലെ ഞാനും കൊണ്ട് തല കൊണ്ട് വെച്ചു കൊടുക്കേണ്ടി വരും. അപ്പം ചിലപ്പോൾ ഞാനും അങ്ങ് തീരും, അല്ലെ എന്നെ തീർക്കും. എനിക്കതറിയാം. ഞാൻ വേറെ ആരോപിക്കുന്നതല്ല, ഏതായിരുന്നാലും. അതുകൊണ്ടാണ് അത് എന്റെ കൂടെ നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ പറ്റുമെന്നുള്ള ആൾക്കാർ അത് എവിടെയാണെങ്കിലും ഞാൻ പോകും. ഇവിടെ നിന്നല്ല, ഞാൻ പലയിടത്തും പോയിട്ടുണ്ട്. അതിപ്പം രാഷ്ട്രീയമൊന്നോ മതമൊന്നോ ഒന്നുമില്ല. ചിലപ്പോൾ ഏതെങ്കിലും മതസംഘടന കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെയും പോകും. അതായത് എന്നെ സഹായിക്കാനായിട്ട് മാനസികമായിട്ട് തയ്യാറുള്ള എവിടെയും പോകും. ഇപ്പോൾ നല്ലൊരു മനസ്സ് ഞാൻ അങ്ങനെ കുറെ മനസ്സുകൾ കണ്ടു. അങ്ങനെയുള്ള വീടുകളിലാണ് ഞാൻ ഇപ്പം പോകുന്നത്. അല്ല, ഇതിൽ യാതൊരു രാഷ്ട്രീയ ചായ്വോ ഒന്നും ഞാൻ കാണുന്നില്ല, ഇങ്ങോട്ടും കാണുന്നില്ല. ഇതുവരെയ്ക്കും ഇങ്ങോട്ടും ആരും ആ രീതിയിലുള്ള എന്നെ ആ രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടില്ല ഇതുവരെയ്ക്കും. അതെ, CBI ആണ് തീരുമാനം എടുക്കേണ്ടത്. പക്ഷെ CBSE തീരുമാനം എടുക്കണമെങ്കിൽ ബാക്കി ഈ നിയമവശമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയില്ല. പക്ഷെ ഇവിടെ നിന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് CBI അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അത് ഓർഡർ കൊടുക്കണമെന്ന് പറയുന്നു, എന്തോ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നു. വെറുതെ ഒരു വിജ്ഞാപനം ഇറക്കിക്കൊണ്ട് മാത്രം ആയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ എനിക്ക് ഇപ്പോഴേ അറിയാവുന്നുള്ളൂ, എനിക്ക് പൊളിറ്റിക്സ് കൂടുതൽ അറിയില്ല. അതൊന്നും ഇന്നലെ വരെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അവർ ലേറ്റാവുന്നു എന്നാണ് പറയുന്നത്, ലേറ്റാക്കുന്നതായിരിക്കും. പക്ഷേ ഇന്നലെ വരെയല്ല, ശനിയാഴ്ച വരെ ആയിട്ടില്ല എന്ന് അത് നമ്മളെ ഒരു സംഘടന ഉണ്ട്, നമ്മുടെ ഒരു സാമുദായിക സംഘടന ഉണ്ട്. അവരെ അന്വേഷിച്ചപ്പോൾ വ്യക്തമായിട്ട് അറിഞ്ഞത്, അല്ല എന്നോടാരും വിളിച്ചു പറഞ്ഞതല്ല. ആ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൽഹിയിലോട്ട് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓർഡർ കൊടുക്കുമെന്നുള്ളത്. CBIക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് CBI ഇതൊരു ഏറ്റെടുത്തായിട്ട് കഴിഞ്ഞ ഈ 2-3 ദിവസം മുമ്പ് വരെ ഏറ്റെടുത്തായിട്ട് യാതൊരു അറിവുമില്ല. CBI ഏറ്റെടുത്തിട്ടില്ല ശരിക്കും ഒഫീഷ്യലായിട്ട്. അതെ, ഇതുവരെയ്ക്കും ഞാൻ പറഞ്ഞ് പറ്റിച്ചു എന്ന് പറയില്ല. പക്ഷെ ഞാൻ ചതിക്കപ്പെട്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ അന്ന് ഇത്രയും പീക്ക് ടൈമിലായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴേ എല്ലാ കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ലാതെ എല്ലാവരും പ്രക്ഷോഭം ഉണ്ടാക്കുന്നു, മതം നോക്കാതെ എല്ലാവരും കാണുന്നു, അമ്മമാരെല്ലാവരും വലിയ രീതിയിൽ മീഡിയ കാര്യം എല്ലാവരും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് പെട്ടെന്നൊരു തടയിടേണ്ടത് മുഖ്യമന്ത്രിക്ക് ആവശ്യമായിരുന്നു. എനിക്കതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ മണ്ടനായിപ്പോയി. എന്റെ വായും എന്റെ കുടുംബത്തിന്റെ വായും അങ്ങ് അടച്ചു വെച്ചു. ഞാനും മര്യാദയ്ക്കിരുന്നു. ശരി, കുഴപ്പമില്ല, നടക്കും. അപ്പോൾ ആ ഒരാഴ്ച അവർക്ക് മതിയായിരുന്നു. ഈ ഞാൻ മിണ്ടാതിരുന്ന ഒരാഴ്ച അവർ മാക്സിമം ചെയ്യേണ്ടതെല്ലാം ചെയ്തു. തെളിവ് നശിപ്പിക്കേണ്ടത് നശിപ്പിച്ചു, എല്ലാം ചെയ്തു. എല്ലാവരും വാ മൂടിക്കെട്ടി. അതാണ് ചെയ്യേണ്ടത്. അവർക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും വാ മൂടിക്കെട്ടണം. ഞാനും എല്ലാവരോടും പറഞ്ഞു, ഇനി പ്രശ്നം ഉണ്ടാക്കണ്ട. എന്നൊക്കെ അറിയാന്നുള്ള എല്ലാവരോടും ഇനി വേണ്ട, CBI അന്വേഷണം വിട്ടല്ലോ, ഇനി പ്രശ്നം വേണ്ട. നമ്മൾ ആവശ്യം CBI അന്വേഷണമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, പൊളിറ്റിക്സ് കൂടുതൽ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങ് ജയിച്ചു, അല്ലെങ്കിൽ എനിക്ക് നീതി അങ്ങ് കിട്ടിക്കഴിഞ്ഞു എന്ന്. അതിനുശേഷം മനസ്സിലായത് ഇത് എങ്ങനെ നീതി കിട്ടി. എല്ലാവരും വാ അടപ്പിക്കാൻ വേണ്ടി ആദ്യം ചെയ്തു. പ്രത്യേകിച്ച് ഇലക്ഷൻ കൂടെ വരികയാണ്, അത് അത്യാവശ്യമാണ് എല്ലാവരെയും വാ മൂടിക്കെട്ടാനായിട്ട്. ഇലക്ഷനോട് എനിക്ക് വലിയ താല്പര്യമില്ല, ഞാൻ പാർട്ടിയിലോട്ട് പറയുന്നില്ല. എന്നാലും പറയാ, ഈ സമയത്ത് കുടുംബത്തിന്റെ വാ അടച്ച് കെട്ടേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. അതിൽ വിജയിച്ചു. അവരെ ശരിക്കും പറഞ്ഞ് അഭിനന്ദിക്കുക തന്നെ വേണം. ആ കാര്യത്തിൽ അവരങ്ങ് വിജയിച്ചു.